നമസ്കാരം. നമ്മളിൽ പലരും പ്രവചനങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. പ്രത്യേകിച്ച് അപ്രതീക്ഷിതമായി പലതും സംഭവിക്കുമ്പോൾ അപ്പോഴാണ് നാം ഈ പ്രവചനങ്ങളുടെയൊക്കെ പിന്നാലെ പോകുന്നത്. ഒരു വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം ചർച്ചയാകാറുണ്ട്. പുതുവർഷം തുടങ്ങുമ്പോൾ ആ വർഷം നമ്മളെ കാത്തിരിക്കുന്നത് എന്തൊക്കെയാണ്, ലോകത്തിൽ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്നൊക്കെ സ്വാഭാവികമായും പലരും ചിന്തിക്കാറുണ്ട്. ചിലരുടെ പ്രവചനങ്ങൾക്ക് പിന്നാലെ ലോകം പോവുകയും ചെയ്യും. അത്തരത്തിൽ പലപ്പോഴും ലോകശ്രദ്ധ നേടുന്ന ഒന്നാണ് ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ. ബാബ വാങ്ക നടത്തിയ പല പ്രവചനങ്ങളും സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. 1996 ബാബ വാങ്ക മരിക്കുന്നത്. അവരുടെ മരണത്തിന് മുമ്പ് തന്നെ വരാനിരിക്കുന്ന ഒരുപാട് വർഷത്തെ പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. 2011 ആക്രമണം, ഡയാന രാജകുമാരിയുടെ മരണം തുടങ്ങിയവ വാങ്ക പ്രവചിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. 2025 സംഭവിക്കാൻ പോകുമെന്ന് ബാബ വാങ്കെ പറഞ്ഞ കാര്യങ്ങൾ വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരുന്നു. ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ വാങ്കയുടെ പ്രവചനങ്ങൾ സത്യമാണെന്ന് തെളിയിക്കുകയാണെന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത്. അതിനുള്ള പ്രധാന കാരണം ഈ അടുത്ത് മ്യാൻമറിൽ ഉണ്ടായ ശക്തമായ ഭൂകമ്പമാണ്. 2025 ഭൂകമ്പം ഉണ്ടാവുമെന്ന് വാങ്കെ പ്രവചിച്ചിരുന്നു എന്നാണ് പറയുന്നത്. മ്യാൻമറിലെ ഭൂകമ്പത്തോടെ വാങ്കയുടെ 2025 പ്രവചനങ്ങളിൽ ഒന്ന് സംഭവിച്ചതായിട്ടാണ് ഇക്കൂട്ടർ പറയുന്നത്. ഈ ചർച്ച ഉയർന്നതോടെ ഈ വർഷം സംഭവിക്കുമെന്ന് വാങ്ക പറഞ്ഞ മറ്റു കാര്യങ്ങൾ എന്താണെന്ന് അറിയാനുള്ള അന്വേഷണവും ആരംഭിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും അതുണ്ടാവുമല്ലോ. ഒരു പ്രവചനം സംഭവിച്ചുവെന്ന് തോന്നിക്കഴിഞ്ഞാൽ ബാക്കി പ്രവചനങ്ങൾക്ക് പിന്നാലെ ആയിരിക്കും. 2025 വാങ്കയുടെ ബാക്കി പ്രവചനങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ പലരും. ഇനി എന്തൊക്കെയാണ് ലോകത്തെ കാത്തിരിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളാണ് പലരും ചോദിക്കുന്നത്. 2025 മറ്റു പ്രവചനങ്ങളിലേക്ക് വന്നാൽ യൂറോപ്പിലൊരു യുദ്ധം ഉണ്ടാകുമെന്നാണ് വാങ്ക പ്രവചിച്ച മറ്റൊരു കാര്യം. ആഗോള സാമ്പത്തിക ദുരന്തം ഉണ്ടാകുമെന്നും മനുഷ്യരാശിയുടെ തകർച്ച ആരംഭിക്കുമെന്നും വാങ്കയുടെ പ്രവചനത്തിലുണ്ടെന്നാണ് പറയുന്നത്. ട്രംപിന്റെ പോക്ക് കാണുമ്പോൾ ആഗോള സാമ്പത്തിക ദുരന്തത്തിലേക്കാണോ ലോകം പോകുന്നതെന്നും പലർക്കും തോന്നുന്നുണ്ട്. കുഴപ്പങ്ങളെക്കുറിച്ച് മാത്രമാണ് വാങ്ക പ്രവചിച്ചിരിക്കുന്നതെന്ന് ചിന്തിക്കരുത്. ഇതിൽ ചില നല്ല പ്രവചനങ്ങളും വരുന്നുണ്ട്. ക്യാൻസറിന് ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങളെ ഭേദമാക്കാൻ പാകത്തിന് വൈദ്യശാസ്ത്രം വളരുമെന്നും ശാസ്ത്രമേഖലയിൽ ലോകം നിർണായകമായ നേട്ടം ഉണ്ടാകുമെന്നും ഒക്കെ പ്രവചനങ്ങളിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഭൂമിക്ക് അപ്പുറമുള്ള ജീവികളുമായി അല്ലെങ്കിൽ അന്യഗ്രഹ ജീവികളുമായി ഒക്കെ മനുഷ്യൻ ബന്ധം സ്ഥാപിക്കുന്ന കാലമാണ് വരാനിരിക്കുന്നത് എന്നും പ്രവചനങ്ങളിൽ പറയുന്നുണ്ടത്രേ. 2033 ധ്രുവ പ്രദേശങ്ങളിലെ മഞ്ഞുപാളികൾ ഉരുകുന്നത് ആഗോള സമുദ്രനിരപ്പിന് ഗണ്യമായ വർധനവിന് കാരണമാകുമെന്നാണ് പറയുന്നത്. ഇനി 2076 കാര്യം പറഞ്ഞാൽ ലോകമെമ്പാടുമുള്ള ഒന്നിലധികം രാജ്യങ്ങളിൽ കമ്മ്യൂണിസം വ്യാപിക്കുമെന്നാണ് പറയുന്നത്. ഇനി 2170 വന്നാൽ വ്യാപകമായ വരൾച്ച ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇത് ഭൂമിയെ സാരമായി ബാധിക്കും. 3005 ചൊവ്വയുടെ ഒരു നാഗരിക വിഭാഗവുമായി ഭൂമിയിലെ മനുഷ്യൻ യുദ്ധത്തിലേർപ്പെടും. ഇനി 3797 ഭൂമി വാസയോഗ്യമല്ലാതാകുമെന്നാണ് പ്രവചനത്തിൽ പറയുന്നത്. ഇതോടെ മനുഷ്യർ ഭൂമി വിട്ടു പോകാൻ നിർബന്ധിതരാകും. അങ്ങനെയൊക്കെയുള്ള പ്രവചനങ്ങൾ വാങ്ക നടത്തിയിട്ടുണ്ട്. എന്തായാലും വാങ്കയുടെ നല്ല പ്രവചനങ്ങൾ മാത്രം സംഭവിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.